ഒരു ജോബ് ഇന്റർവ്യൂവിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ അറിയില്ലെങ്കിൽ യു ബെറ്റർ അഡ്മിറ്റ് ദാറ്റ് യു ഡോണ്ട് നോ ദി ആൻസർ. ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസർ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക. അല്ലാതെ അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹയറിംഗ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനൽ അതിനെ ചുറ്റിപ്പറ്റി മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും നിങ്ങൾ ചിലപ്പോൾ ഫംബിൾ ആകാനുമുള്ള ചാൻസസ് ഹൈ ആണ്. അത് കാരണം നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അതിനേക്കാളും നല്ലത് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക. എല്ലാവർക്കും എല്ലാം അറിയണം എന്നില്ല. അതുപോലെ തന്നെ ഇന്റർവ്യൂ പാനൽ നോക്കുന്നതും ഒരു 10 on 10 അല്ലെങ്കിൽ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനൊന്നും അല്ല. ചിലപ്പോൾ 7 on 10 ആയിരിക്കും, അല്ലെങ്കിൽ 8 on 10 ആയിരിക്കും. അപ്പോൾ അറിയാത്ത സ്കിൽസ് നിങ്ങൾ എത്രത്തോളം പഠിച്ചെടുക്കുന്നു, പഠിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് അറിയാനും കൂടെ ചില ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറുണ്ട്. സോ യു ക്യാൻ സേ ദാറ്റ് ഐ ഡോണ്ട് നോ ദീസ് സ്കിൽസ് ബട്ട് ഐ ക്യാൻ സർട്ടൻലി ലേൺ ദീസ് സ്കിൽസ്. അതിനോട് ചേർത്ത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുമെന്ന് വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ പഴയ ജോബിൽ നിങ്ങൾ അതുപോലെ അറിയാത്ത സ്കില്ല് പഠിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജോബിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ആൻഡ് സക്സസ്ഫുൾ ആയിട്ട് ആ പ്രോജക്റ്റിലോ അല്ലെങ്കിൽ ജോബിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹയറിംഗ് മാനേജേഴ്സ് വിൽ ബി കോൺഫിഡൻറ്റ് അബൌട്ട് യു ആൻഡ് യു ഹാവ് എ ഹൈ ചാൻസ് ടു ഗെറ്റ് ഹയർഡ്. അപ്പോൾ ബി കോൺഫിഡൻറ്റ്. All the best.